അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആലിംഗലമ്മ ടീമാണ്. വീരനാട്ടത്തിൽ ഫുള്ളി അതിനു വേണ്ടി തന്നെ നിങ്ങളുടെ ജീവിതം മുഴിഞ്ഞു വെച്ച പോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തിരുവാതിരയായിട്ട് നമ്മൾ തുടങ്ങി ഉത്സവത്തിന് തലേ ദിവസം അവിടെ ലേഡീസിന്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് തിരുവാതിരക്കളി കളിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിത് തുടങ്ങിയത്. ഇങ്ങനെ വൈറലായി 14 മില്യണോളൊക്കെ അടിച്ചു വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഈ തിരുവാതിരക്കളീനെ കൊണ്ടുപോയി നശിപ്പിച്ചു. തിരുവാതിരക്കളീനെ സോഷ്യൽ മീഡിയ അങ്ങോട്ട് തുറന്നു നോക്കുമ്പോഴുണ്ടല്ലോ അതേ ഇവര് മാറിയാൽ നന്നായിരിക്കും. എനിക്ക് തന്നെ ഒരുപാട് നെഗറ്റീവ്സ് കമന്റ് വന്നിട്ട് ഓടി നടന്നു കഴിഞ്ഞ് വരുമ്പോഴായിരിക്കുള്ളൂ ഈ വക കമന്റുകൾ കാണാം. റിപ്ലൈ കൊടുക്കുമോ ഇതിന്? പിന്നെ അടുത്ത ദിവസം വന്ന കമന്റാ കുട്ടികൾ വെച്ച് പൈസ ഉണ്ടാക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വന്നു വെച്ചാൽ ഞാൻ കുറച്ചു നേരം ഇന്ന് കരഞ്ഞു. അത് കണ്ടിട്ട് എനിക്ക് നല്ല സങ്കടമായി. എന്ന് വെച്ചാൽ ഞങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഈ കുട്ടികളെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടും, അവർക്ക് എന്തെങ്കിലും കിട്ടും എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം ജീവിച്ചു പോകുന്നൊരു ചുറ്റുപാടാണ്. എന്നെ അമ്മനെ പോലെ കാണാം, ആ ഒരു രീതിയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഓരോ കമൻറ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല സങ്കടമാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പിള്ളേർ വീഴുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ട് പോയിട്ട് ഒരാളടുത്തും ചാറ്റോ നിങ്ങളുടെ നമ്പറുകൾ ഒന്ന് പേഴ്സണൽ നമ്പർ ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ കല്യാണാലോചനകൾ വരും, ഞാൻ തന്നെ മുടക്കും. ഹായ്, ഹലോ, നമസ്കാരം. ജാങ്കോ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ടീമിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇവരെ ഞാൻ നമ്മുടെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നതിൻ്റെ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം മെസ്സേജസ് ആണ് ഇവർ ഒന്ന് ഇൻ്റർവ്യൂവിന് കൊണ്ടുവരുമെന്ന് ചോദിച്ച് വന്നത്. പൊതുവേ നമ്മളിങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുന്ന കാണുന്നതൊക്കെ കൊണ്ട് തന്നെ കുറേ ആൾക്കാരൊക്കെ നമുക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്, ഈ ഗസ്റ്റിനെ വിളിക്കുമോ ഈ ഗസ്റ്റിനെ വിളിക്കുമോ എന്നൊക്കെ. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ബോക്സിലും മെസ്സേജുമായിട്ട് എന്നോട് ചോദിച്ചത് ഈ ഒരു ടീമിനെ കൊണ്ടുവരും എന്നുള്ളതാണ്. ആൻഡ് ദ സെക്കൻഡ് റീസൺ, ഞാൻ ഇവരുടെ പ്രോഗ്രാം നേരിട്ട് കണ്ട് വലിയൊരു ഫാൻ ഗേളായി മാറി. അപ്പോൾ പിന്നെ നമുക്ക് കൊണ്ടുവന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടേ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആലിംഗലമ്മ ടീമാണ്. എല്ലാവർക്കും വെൽക്കം ടു ദി ഷോ. ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം തന്നെ, ഇങ്ങനെയൊക്കെ പോകും. സുഖം, സന്തോഷമായിട്ട് പോകുന്നു. നമുക്ക് ആദ്യം എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ശരിക്കും ടീമിൽ എത്ര പേരുണ്ട് മൊത്തത്തിൽ? ഞങ്ങൾ ഇപ്പോൾ 22-23 മെമ്പേഴ്സ് ഉണ്ട്. 23 പേരുണ്ട്. സാധാരണ ഇത് 16-18 പേരാണ് പോവാറുള്ളത് പ്രോഗ്രാം. അത് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ എല്ലാവരും ഫ്രീ ആണെങ്കിൽ എല്ലാവരും ഉണ്ടാവും. ഇപ്പൊ ടോട്ടൽ നമ്മൾ 22-23 പേരുണ്ട്. പക്ഷെ അതിൽ നമുക്ക് നമ്മുടെ സ്ഥലപരിമിതിയൊക്കെ കൊണ്ട് നമ്മൾ 5 പേരെയാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവരും പറ്റി നമുക്ക് തന്നെ സംസാരിക്കാം, അങ്ങനെ പോവാം. അപ്പൊ എന്തായാലും അച്ചത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് നമുക്ക് പേരും വിശേഷവും ഒക്കെ പറഞ്ഞ് തുടങ്ങാം. എന്താണ് പേര്? എൻ്റെ പേര് നയന. നയന. നയന എന്താ ചെയ്യുന്നത്? ഡിഗ്രി കഴിഞ്ഞിട്ട് വെക്കാണ്. അടുത്ത ആള് ആർച്ച. ഞാൻ ജേർണലിസം സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. ഓക്കെ. എൻ്റെ പേര് സിന്ധു മാധവരാജ്, ടീമിന്റെ ക്യാപ്റ്റനാണ്. അതെ. ചേച്ചി എന്തെങ്കിലും വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ? എനിക്ക് ഷോപ്പുണ്ട്. ഷോപ്പ് നടത്തുന്നത് മുണ്ടിന്റെ, പിന്നെ റെന്റൽ ഓർണമെന്റ്സ് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഷോപ്പ് നടത്തുന്നുണ്ട്. ഓക്കെ. ചേച്ചി? ഞാൻ ഉമാ സന്ദീപ്, തിരുവാതിര ജമിയാണ്, പിന്നെ തിരുവാതിര ഞങ്ങളെ കൂടെ പഠിപ്പിക്കുന്നു. അങ്ങനൊന്നും ഇങ്ങനെ ഇരിക്കുന്ന ആളല്ലാട്ടാ. ഇത്ര നേരം ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഇവിടെ തഗ്ഗൊക്കെ പറഞ്ഞോണ്ടിരുന്നത്. ക്യാമറ ഓൺ ആക്കി ഞാൻ ഇങ്ങനെ ഉമാ സന്ദീപ് എന്നൊക്കെ പയ്യെ. അടുത്ത ആള് എന്താടാ പേര്? അക്ഷയ. ടെക്നീഷ്യൻ ആയിരുന്നു, ഇപ്പോൾ ഇത് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പം എല്ലാവരും ഇപ്പം മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു കൈകൊട്ടിക്കളി നല്ലല്ലേ പറയണ്ടേ, വീരനാട്ടത്തിൽ ഫുള്ളി അതിനു വേണ്ടി തന്നെ നിങ്ങളുടെ ജീവിതം മുഴിഞ്ഞു വെച്ച പോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും എല്ലാ ദിവസവും പ്രോഗ്രാംസ് ഉണ്ടോ? എങ്ങനെയൊക്കെയാണ്? ഉണ്ട്, എല്ലാ ദിവസവും. അതായത് മാസത്തിൽ ഒരു 1, 2, 3 കൂടി വന്നാൽ. അതാണ് ഈ സീസണിൽ നമ്മൾക്ക് ഫെബ്രുവരിയിലാകെ ഒരു ദിവസം മാത്രം ഒഴിവുണ്ടായിരുന്നുള്ളൂ. ബാക്കി 27 ദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറെക്കുറെ മാർച്ച് ഏപ്രിലൊക്കെ. പിന്നെ മാർച്ച് കുറവാണ് എടുത്തത് എക്സാം കാരണം കൊണ്ട് കുട്ടികൾക്കൊക്കെ. അപ്പോൾ 10th തുടങ്ങിയുള്ള കുട്ടികളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ലീവ് കൊടുക്കുന്നത് മെയിനായിട്ട് എക്സാം ടൈമിൽ മാത്രമാണ്. എക്സാം ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ലീവ് കൊടുക്കില്ലെങ്കിൽ കൊണ്ടുപോകണം. ചില ഒരുപാട് എന്ന് വെച്ചാൽ ആലിംഗലമ്മയിൽ ഒരാളല്ല ഫാൻ ബേസ് ആയിട്ടുള്ളത്. അതിൽ നിൽക്കണം എല്ലാവരും അറിയാം. എല്ലാവർക്കും പുതിയതായിട്ട് വന്ന കുട്ടികൾക്കടക്കം ഫാൻസ് ഉണ്ട് എന്നുള്ളതാണ്
ഒരു പ്രത്യേകത. അപ്പൊ ഒരാൾ വന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് വിഷമവും ചോദിക്കും ഓരോരുത്തരെടുത്ത് ചോദിക്കുന്നുണ്ട്. അല്ല ഞാൻ ഇവരുടെ പ്രോഗ്രാം നേരിട്ട് കണ്ടപ്പോ എനിക്കും മനസ്സിലായതാണ്, ലൈക്ക് ഓഡിയൻസിന്റെ സൈഡിൽ നിന്നൊക്കെ ഓരോ ആൾക്കാർ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരു മുടി ബോബ് ചെയ്ത പോലത്തെ ഒരു കുട്ടിയൊക്കെ അത് നമ്മളുടെ ജിൻസി കണ്ണൻ, ക്യാപ്റ്റൻ. ഞങ്ങൾ അതാണ് പറഞ്ഞത്, 2 ക്യാപ്റ്റന്മാരുണ്ട്. ആൾക്കൊക്കെ എന്ത് ഫാൻസാ, ലൈക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തര് ആ കുട്ടി ഈ കുട്ടി എന്നൊക്കെ ഒരു പേര് വിളിച്ചാണ്. ഇന്നലെ ഇപ്പൊ ഞങ്ങള് പോയ വെട്ടിക്കോട് അവളെയാ ചോദിച്ചത്. ആള് കോർട്ടിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ആൾക്ക് ആ സമയങ്ങളിലൊന്നും വരാൻ പറ്റില്ല. അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ മാത്രമാണ്. പിന്നെ അടുത്താണെങ്കിൽ മാത്രം 7 മണിക്ക് ശേഷമാണ് മിക്ക സ്ഥലത്തും പ്രോഗ്രാം. അപ്പൊ 5:30ക്ക് ശേഷമാണെങ്കിൽ ജിൻസിക്ക് വരാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഭയങ്കര ഒരു ടീം സ്പിരിറ്റ് ആണ് മൊത്തത്തില്. ഇടയ്ക്ക് ഇപ്പൊ ചെറിയ തമാശ, നിങ്ങൾ ഇടയ്ക്ക് തന്നെ തെറ്റുമൊക്കെ വരികയാക്കി പോവാണെങ്കിൽ പോലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചിരിയും അത് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകും. അപ്പൊ അതൊരു പ്രോഗ്രാം കണ്ടിട്ട് ഇന്റർവ്യൂ എടുക്കാൻ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം, മനസ്സിലാവും. അതല്ലാതെ ഇപ്പൊ നമ്മള് വീഡിയോസിലൊക്കെ കാണുന്നല്ലോ, ലൈവായിട്ട് കണ്ടിട്ട് ഇരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ തുടക്കം തൊട്ടുള്ള വിശേഷം സംസാരിച്ചു വരാം. എങ്ങനെയാണ് ഈ ഒരു ടീം, ഒരു നിങ്ങളിങ്ങനെ ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇത് ആലിങ്ങൽ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലമുണ്ട്. അവിടെ സാധാരണ ഞങ്ങൾ തൊഴാൻ വന്നിരുന്ന കുറച്ച് ഫ്രണ്ട്സാണ്, ഞാനും ജിൻസിയും. അപ്പോൾ ഞങ്ങളാണ് ഇത് തുടങ്ങി. അങ്ങനെ ഒരു തിരുവാതിരക്കളിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അങ്ങനെ ഉത്സവമാകുമ്പോൾ എല്ലാവരും സ്ത്രീകൾ ഇങ്ങനെ കളിക്കുമല്ലോ, അപ്പോൾ അതുപോലെ ചെയ്യാന്ന് വെച്ചിട്ട് ഒരു 8 പേരാണ് അന്ന് ഉണ്ടായിരുന്നത്. തിരുവാതിരയായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. തിരുവാതിരയായിട്ടാണ് തുടങ്ങിയത്. അതായത് ഉത്സവത്തിന് തലേ ദിവസം അവിടെ ലേഡീസിന്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് തിരുവാതിരക്കളി കളിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിത് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറോണയൊക്കെ വന്ന സമയത്ത് വീട്ടിൽ തന്നെ ഇരിപ്പായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓണക്കാലത്താണ് നമ്മൾ ഇതുപോലെ തന്നെ ഈ കൈകൊട്ടിക്കളി, അതായത് ആദ്യം കളിച്ചത് കൊച്ചോലക്കിളിയ എന്ന സോങ് ആയിരുന്നു. അത് കളിച്ചിട്ട് നമ്മൾ പിന്നെ ഒന്നാനാം അമ്പെടുത്ത് അങ്ങനെയുള്ള നാടൻ പാട്ടുകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ അത് ഈ സെറ്റും കൊണ്ടുകൊടുത്താൽ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. സെറ്റും കൊണ്ടുകൊടുത്താൽ നമ്മൾ എനർജി ആയിട്ട് എങ്ങനെ ആടാൻ പറ്റും എന്നുള്ളത്, എല്ലാവരും ഒരുപോലെ കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളിത് ഇതാക്കിയത്. പിന്നീട് അത് ഇങ്ങനെ വൈറലായി 14 മില്യണോളൊക്കെ അടിച്ചു വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഈ തിരുവാതിരക്കളീനെ കൊണ്ടുപോയി നശിപ്പിച്ചു. തിരുവാതിരക്കളീനെ അങ്ങനെ ട്രഡീഷണലി റൂട്ടഡ് ആയിട്ടുള്ളവര് അങ്ങനെ സംഭവിക്കാം. ചില അന്ന് തെറ്റിദ്ധരിക്കാൻ കാരണമുണ്ടോ, ഞങ്ങൾ ഈ മുടിവാറൊക്കെ വെച്ചു ദശപുഷ്പൊക്കെ ചൂടിയിട്ടാണ് തിരുവാതിര കളിച്ചതിന് ശേഷമാണ് ഈ കൈകൊട്ടിക്കളി കളിക്കാൻ നിന്നത്. അപ്പൊ ഈ വീഡിയോ വന്നപ്പോൾ അതിലിങ്ങനെ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് സന്ദീപ് പോത്താനി എന്നാണ്, സന്ദീപേട്ടൻ. അപ്പോൾ സന്ദീപേട്ടനാണ് നമ്മളുടെ വീഡിയോ ഇതുപോലെ 2022 ആ സമയത്ത് വൈറലാക്കിയത്. വീഡിയോ ഇടുന്നത് അങ്ങനെ വൈറലായി. അങ്ങനെ ഒരു 2-3 പാട്ടുകളൊക്കെ ആർച്ച അങ്ങനെയൊക്കെയാണ്. ആർച്ച തുടക്കം മുതലുള്ള കുട്ടിയാണ് ഗ്രൂപ്പിൽ. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ തിരുവാതിര ചേച്ചി ചെയ്യുന്നു, നമുക്കിങ്ങനെ ഈ പറഞ്ഞ ഒന്നാം മുമ്പെടുത്ത് പാട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നൊരു ഡിസിഷനൊക്കെ എടുത്തു. പക്ഷെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല ഇങ്ങനെ കൈ കൊട്ടി ഇങ്ങനെ ചെയ്യുന്ന ഒരു ഡാൻസ്. നമ്മളിപ്പം അങ്ങനത്തെ ഒരു രീതി, ഒരു കലാരൂപം നമ്മൾ കണ്ടിട്ടില്ല. അതൊരു പുതിയ ഐഡിയ ആണ്. ഇപ്പൊ കേരളത്തിൽ ഇത്രയും നാളായിട്ട് തിരുവാതിര എല്ലാവരും കളിക്കുന്നു, ഇപ്പൊ മത്സരങ്ങളിലും ഒക്കെ ഉള്ളൊരു കാര്യമായിട്ട് പോലും ആർക്കും അങ്ങനത്തെ ഒരു ഐഡിയ പോലും വന്നിട്ടില്ല. അപ്പൊ അത് ചേച്ചിക്ക് എങ്ങനെയാ വന്നത്? അതാണ് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി. നമ്മള് ശരിക്കും ചെയ്യാന്ന് വെച്ചാൽ കൈകൊട്ടിക്കളി ഇതുപോലെ കളിക്കണ ഇരിക്കാലക്കൂടെ ഭാഗത്ത് ഓണക്കളി, ഇത് റെക്കോർഡിംഗ് സോങ് ഒക്കെ വെച്ച് കളിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഓണക്കളി പാട്ടുകൾ തന്നെ ഇപ്പൊ ഇരിങ്ങാലക്കൂടെ പ്രദീപ്, അങ്ങനെ വിനോദ് നെല്ലായി അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ സോങ്ങുകളൊക്കെ എടുത്തിട്ട്, റെക്കോർഡിംഗ് സോങ്ങുകളൊക്കെ എടുത്തിട്ട് കൈകൊട്ടി കളിക്കുന്ന ടീമുണ്ട്. പക്ഷെ അത് ജനങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിച്ചത് ആലിംഗലമ്മയാണ്, ജനപ്രിയമാക്കിയത് ആലിംഗലമ്മ ടീമാണ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് ഇങ്ങനെ ഓരോ സ്റ്റേജുകൾ. അപ്പൊ ആദ്യമൊക്കെ 1/2 മണിക്കൂറാണ് നിർത്താണ്ട് നിന്ന് കളിച്ചിരുന്നത്. പിന്നെ അത് ഞങ്ങള് പ്രോഗ്രാം ഇങ്ങനെ നമ്മൾക്ക് പ്രൊഫഷണൽ ആയിട്ട് കളിക്കാനുള്ളൊരു തീരുമാനം എടുത്തു. കാരണം ഒരുപാട് ഇപ്പം നമ്മളുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മളോട് ആൾക്കാർ ചോദിച്ചു അവിടെ വന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദ്യം ഞങ്ങൾക്കൊരു ഇതായി. കാരണം ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിരുന്ന കുറച്ച് ലേഡീസാണ്. ഇതിൽ അമ്മമാരുണ്ട്, കുട്ടികളെല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മളത് പുറത്തോട്ടൊന്നും അങ്ങനെ എന്തിൻ്റെ സ്റ്റേജ് പ്രോഗ്രാം പോലും ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ പറയാം. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ അത്യാവശ്യം പാടുമായിരുന്നു, ഡാൻസും ചെയ്യുമായിരുന്നു. പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അതങ്ങനെ പ്രോത്സാഹിപ്പിച്ച് വിടാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു ഫാമിലി ആയിരുന്നില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ജീവിതം മാറി വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ മെയിൻ കാരണം ഹസ്ബൻഡ് തന്നെ. ഒരു രക്ഷയില്ല. ഇന്നും ഞങ്ങളുടെ ഒപ്പം പ്രോഗ്രാമിന് എല്ലാ ദിവസവും നമ്മുടെ കൂടെ വരുന്ന ഒരാളാണ്.
വെച്ചാൽ ഞങ്ങളുടെ ഓൾ ഇൻ ഓൾ ആണ്. രാജാവ് എന്നാണ് ഇവരെല്ലാവരും വിളിക്കുക. അതിന് അത്രയും സപ്പോർട്ടാണ് കൊടുക്കുക. കുറെ ഇപ്പൊ എല്ലാവരും അതെ പുറത്തുള്ളവരും വിളിക്കുന്നത് രാജാവ് എന്ന് തന്നെ. അങ്ങനെയാണ് വിളിക്കുന്നത്, അതൊരു പേരായി മാറി. അത് മാധവരാജ് എന്നാണ് പേര്. പിന്നെ രാജാവ് അങ്ങനെ വിളിച്ച് വെറുതെ അങ്ങനെയായി രാജാവ് എന്നാക്കി മാറ്റി. അപ്പൊ അങ്ങനെയൊക്കെന്ന് വെച്ചാല് ഞങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്കൊന്നും പുറത്ത് ഇങ്ങനെ പോയി ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ അത് പേയ്മെന്റ് മേടിച്ച് ചെയ്യാം. കാരണം എന്ന് വെച്ചാല് എഫേർട്ട് എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ചെലവുകളുണ്ട് വേറെ, സെറ്റും ഉണ്ടായാലും. ഞാൻ നോട്ട് ചെയ്തായിരുന്നു നിങ്ങളുടെ ഡ്രസ്സ് മാത്രമല്ല ആക്സസറീസ് ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ ആ മുടി വട്ടം കെട്ടി നടുക്ക് വെക്കുന്ന ആ ഒരു സംഭവം പോലും എല്ലാവർക്കും സെയിം ആണ്. ഞങ്ങളെല്ലാം അങ്ങനെയാണ്, എല്ലാവരും ഒരേപോലെ ചെയ്യണല്ലേ. അപ്പൊ അല്ലേ ഫൈൻ ഉണ്ടാ? അതൊക്കെ നോക്കും. പാദസരിട്ടില്ലെങ്കിൽ ഫൈൻ ഉണ്ട്. അതെല്ലാം ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുമ്പോ കാണാനൊരു ഭംഗിയാണ്. ഞാൻ അന്ന് നോട്ട് ചെയ്ത കാര്യം, ഞാൻ ഇവരുടെ പ്രോഗ്രാം കണ്ട ദിവസം ഏതോ ഒരു ചേച്ചി പുതിയതായിട്ട് ജോയിൻ ചെയ്തതാന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ദിവസം എന്തായിട്ടുള്ളൂ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ആ ആള് ഇട്ടിരിക്കുന്ന സാധനങ്ങൾ വേറെയാണ്, ഇപ്പൊ മേ ബി പുതിയതായിട്ട് വന്നോണ്ടായിരിക്കും, പക്ഷെ അത് ഭയങ്കര സിമിലറാ. അത് നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സും ഡ്രസ്സും കരയും കളറും എല്ലാം ആയിട്ട് ഭയങ്കര സിമിലറാ. അത് വേറെയാണെന്ന് ഞാനിപ്പോൾ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നുണ്ട്, നമ്മൾ കുറച്ച് കൂടുതൽ ഒബ്സർവ് ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് എനിക്കിത് പിടികിട്ടിയത്. അല്ലെങ്കിൽ ഓർണമെന്റ്സ് ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ എല്ലാം സെയിം ടു സെയിം. അതപ്പോ നിങ്ങൾ ഫൈൻ അടിക്കുന്നുണ്ടാ? ഫൈൻ അടിക്കും. എങ്ങനെയാണ് ഫൈൻ്റെ രീതി? എങ്ങനെ? എത്ര രൂപ? അതായത് 50 രൂപ വെച്ചിട്ട് തുടങ്ങും. ഒരു സാധനത്തിലേക്ക് 50 രൂപ. അതെല്ലാരും നോട്ട് ചെയ്യും. പാദസരിട്ടില്ലെങ്കിൽ പാദസരവും പിന്നെ ബാക്കിൽ വട വെച്ചിട്ട്, അതാണ് മെയിൻ ആയിട്ട്. മുടി നമ്മൾക്ക് എങ്ങനെയെങ്കിലും. അപ്പൊ ഫൈൻ. പിന്നെ പൊട്ട്, അതിനൊക്കെ ഫൈൻ ഉണ്ട്. ഒരേ അളവ് ഒരേ അളവ് തന്നെ ആയിരിക്കണം. ഇവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ തീരെ കാണാത്ത പൊട്ടായിരിക്കണം. അന്ന് ഞങ്ങളെ കണ്ടാൽ ഞെട്ടും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെ വലിയ മാല, അതിന്റെ കൂടെ വേറൊരു മാല, അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. പിന്നെ സിമ്പിളിന്റെ ആൾക്കാരായി മാറി. ഭയങ്കര സിമ്പിൾ ആയിട്ട് വരണപ്പോഴാണ് നമ്മൾ ഫൈൻ വെച്ച് തുടങ്ങിയത്. അങ്ങനെ അവര് അല്ല, ഞാനും ചിന്തിച്ച കാര്യം കേട്ടോ. കാര്യം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തിരുവാതിര കളിക്കാൻ മാത്രം പോകാൻ മടിയാ. കാര്യം വലിയ പൊട്ടൊക്കെ തൊട്ടിട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടണോന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര മടിയാ. പക്ഷെ നിങ്ങൾ നല്ല നല്ല ഭംഗിയാണ് കാണാൻ. ആർക്കും അതൊരു വൃത്തികേടായിട്ടല്ല, എല്ലാവർക്കും ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഒഴികെ ബാക്കിയെല്ലാം പോവും ഒറ്റ ഫസ്റ്റ് സോങ്ങിൽ തന്നെ വേർത്ത് സംഭവം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ മേക്കപ്പ് ഇല്ല. അത് ഒരുപാട് പേര് പിന്നെ എടുത്ത് പറയാറുണ്ട് കേട്ടോ. നമുക്ക് വരുന്ന ഒരു നെഗറ്റീവ് ആണ് വരുന്നത്, ഭംഗി കണ്ടിട്ട് മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ അതായത് വെളുത്ത സുന്ദരികളായതുകൊണ്ടാണ് ഇതിലുള്ള ഒരു ആൾക്കാർ ഇങ്ങനെ ഇതാക്കി കൊണ്ടുപോകുന്നത്. മറ്റുള്ള ടീമുകളെ അതുപോലെ ചെയ്യണില്ല. അത് ഇതിൽ സുന്ദരികളായതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് നെഗറ്റീവുകൾ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ വീട്ടമ്മമാരാണ്, എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും, വീട്ടിലെ കാര്യങ്ങളുണ്ടാവും, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, ഈ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ, എല്ലാത്തിനും നമ്മൾ A to Z കാര്യങ്ങൾക്ക് ഓടിക്കഴിഞ്ഞ് വന്ന് സോഷ്യൽ മീഡിയ അങ്ങോട്ട് തുറന്നു നോക്കുമ്പോഴുണ്ടല്ലോ, അതേ ഇവർ മാറിയാൽ നന്നായിരിക്കും. എനിക്ക് തന്നെ ഒരുപാട് നെഗറ്റീവ്സ് കമൻറ്റ് വന്നിട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സ്ത്രീനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈവ് കാണാത്തവരങ്ങനെ പറയുള്ളൂ. കാരണം ലൈവ് കണ്ടവരൊരിക്കലും എന്നെ അങ്ങനെ ഒരിക്കലും പറയില്ല. എനിക്കൊരു 40 ഏജ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇവരായിട്ട് കളിക്കുമ്പോൾ അവരുടെ ഏകദേശം നിന്ന് തന്നെ നമ്മൾ കളിക്കണം. അല്ല, അത് അങ്ങനെ തന്നെയാണ് കാര്യം. ചേച്ചി ഞാൻ കോണ്ടാക്ട് ചെയ്തു, പക്ഷെ ചേച്ചി ഏതാന്ന് എനിക്ക് അറിയില്ല. പിന്നെ അല്ലെങ്കിൽ അമ്മയിൽ ഒരാളെ ഞാൻ കോണ്ടാക്ട് ചെയ്തു, സംസാരിച്ചു. അപ്പം ഫോണിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയില്ല ഇതൊരു കുട്ടിയല്ല, ഒരു ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രോഗ്രാം കാണാൻ വന്നു, പക്ഷെ ഇതിൽ ഏത് ചേച്ചിയോടാണ് മിണ്ടിയെന്ന് എനിക്ക് അതിനകത്ത് നോട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ചേച്ചിയോടൊന്ന് മിണ്ടുമ്പോഴാണ് എനിക്ക് മനസ്സിലായ കാര്യം എല്ലാവരും ഒരേ എനർജി. അതെങ്ങനെയാ ഇങ്ങനെ പൊക്കോണ്ടിരിക്കല്ലോ, ഒരാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ നോക്കുമ്പോൾ ആള് മാറി. വീഡിയോ ഒരാളെ ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പൊ അതിനകത്ത് ചേച്ചി ഒന്ന് മിണ്ടുമ്പോഴാണ് ഓക്കെ ഈ ചേച്ചിയോടാണ് ഞാൻ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനൊന്നും ലൈവ് കണ്ടാൽ അതൊട്ടും മനസ്സിലാവത്തില്ല. എനിക്ക് ഇനി അറിയേണ്ട കുറെ സീക്രട്സ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ എനർജി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എനിക്ക് ബാക്കി എല്ലാവരും സംസാരിക്കേ. കാര്യം ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊന്ന് പമ്പാ ഗണപതിയോ എന്തോ പാട്ടെന്തോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു പാട്ടിൽ നിന്ന് അടുത്ത പാട്ടിലേക്ക് പോയി. അപ്പം ഞാൻ ബേസിക്കലി ഡാൻസ് കളിക്കും, ഡാൻസറാണ്, കുഞ്ഞിലോട്ടെ പഠിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടുതലുള്ളവർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ 2 പാട്ടൊക്കെ നമുക്ക് ഒരേ എനർജി കളിക്കാൻ പറ്റും? അപ്പോൾ ഞാൻ വലിയ ഷോ ഒക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പറ്റും. 2 പാട്ട് കഴിഞ്ഞ് 3 പാട്ടിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പറ്റും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത പാട്ടായി. അപ്പോൾ ഞാൻ നൈസായിട്ട് പറയുന്നത്, ഞാൻ ഇത്രയൊക്കെ പാടായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടാ, നിങ്ങൾ നിർത്തുന്നില്ല, ബ്രേക്കൊന്നും ഇല്ല, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പം എനിക്ക് മനസ്സിലായി ഇത് നല്ല കഷ്ടപ്പെട്ട പണിയാണ്. നമ്മളൊക്കെ ഒരു ഭരതനാട്യമൊക്കെ കളിക്കാനൊക്കെ കയറുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിപ്പാ, ഗ്ലൂക്കോസ് താ, സോഡ
പോണതാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞു 1-2 സെക്കൻഡ് ഇരുന്നു പിന്നെയും കയറുകയാണ്. എന്താണ് നിങ്ങളുടെ എനർജി ബൂസ്റ്റർ അത് പറയും? അങ്ങേറ്റത്തെന്ന് പറഞ്ഞു തുടങ്ങിക്കോ. അതെ, ഫുഡിന്റെ കാര്യത്തിലല്ല, നിങ്ങൾ എങ്ങനെയാ അത് പിടിച്ചു നിൽക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാ? പ്രാക്ടീസ് ശീലം. ഇപ്പോ 2023 തുടങ്ങി ഡെയിലി ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും പ്രോഗ്രാം കിട്ടാറുണ്ട്. അപ്പോ സീസൺ ഇപ്പൊ ഓണ സീസണിലാണെങ്കിൽ ഒരു 3 മാസം അടുപ്പിച്ച് പ്രോഗ്രാമാണ്. പിന്നെ ഉത്സവ സീസൺ ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഡിസംബർ 20-ാം തീയതി ഞങ്ങൾക്ക് തുടങ്ങിയതാ. ഇപ്പോ മെയ് വരെ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഡെയിലി നമുക്ക് പ്രാക്ടീസ് ആകുമ്പോ ക്ഷീണമൊന്നും തോന്നാൻ ചെയ്ത് നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഓണത്തിന് ഞങ്ങൾ ഒരു ദിവസം 2 പ്രോഗ്രാം വെച്ചെടുത്തിരുന്നു. അതായത് 2.5 മണിക്കൂറാണ് ഞങ്ങൾ പ്രോഗ്രാം അങ്ങനെ എടുത്തിരുന്നു. പിന്നെ വയ്യാണ്ടായി എന്ന് വെച്ചാൽ കാലൊക്കെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലണത്തൊക്കെ ഭയങ്കര മോശം സ്ഥലങ്ങളുണ്ടാവും. ഞങ്ങൾ പൊതുവെ ആലിംഗലമ്മ ടീമിനെ കുറിച്ച് കുറച്ച് പറഞ്ഞൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഇതാണ് പറയാനായിട്ട്, അത് വേണം ഇത് വേണം എന്നൊക്കെ. പക്ഷെ നമ്മള് കൂടുതലും എന്ന് വെച്ചാല് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണമെന്ന് വെച്ചാല് നാളെയും പരിപാടി ഉള്ളല്ലേ, കാലൊക്കെ നല്ല, അതായത് മെയിനായിട്ട് നമ്മൾക്ക് ഇതിന്റെ ഭംഗി എന്ന് വെച്ചാൽ നല്ല പരന്ന സ്ഥലമായിരിക്കണം, നിരപ്പായിട്ടുള്ള സ്ഥലമായിരിക്കണം. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ കല്ലിങ്ങനെ കുത്തനെ നിൽക്കണുണ്ടാവും. അപ്പോൾ നമ്മുടെ കാലിനാണ് നമ്മൾ എനർജി കൊടുത്തിട്ട് ആടുന്നത്. ഇത് കൊണ്ടുവന്ന് താഴ്ത്ത് കുത്തണത് മിക്കപ്പോഴും ആ കല്ലുമ്മലായിരിക്കും. അമൃത എന്നൊക്കെ പറയുന്ന കുട്ടി ഉണ്ടാവും, എപ്പോഴും പരിക്ക് പറ്റണ ആളാണ്. ദേവിക, അമൃത, ഒരു 2 ആൾക്കാണ് പരിക്ക് പറ്റണ. കാരണം ഭയങ്കര എനർജിയാണ് അവര്. അപ്പോൾ ആ സമയത്ത് ഒക്കെ അപകടം പറ്റിയിട്ട് സാധാരണ വീട്ടിലെ പിള്ളേരെ ഇതുകൊണ്ട് നല്ലൊരു വരുമാനം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. വീടുകളിലേക്ക് കൊണ്ടുവന്നത് അവർക്കൊരു സന്തോഷമാണ്. കാരണം ഒരു സീസണിൽ ഇത്രയും തുക കൊണ്ടുവന്ന് നമ്മളെ വീട്ടുകാർക്ക് കൊടുക്കണം. അത് വെച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട്, വീടുകളിൽ കൊടുക്കണതുണ്ട്. അപ്പോൾ ഇത് കുറേ നെഗറ്റീവ് വന്ന് നിങ്ങൾ മാറൂ, നിങ്ങൾ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറിയാൽ മതി, ഈ ഗ്രൂപ്പ് നന്നായി പോകുന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവുകളൊക്കെ വന്ന് ഞാനതൊന്നും അങ്ങോട്ട് ആദ്യമൊക്കെ സങ്കടം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാല് നമ്മളും കൂടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വരുന്ന ഒരു ഇതാണ്. ഗ്രൂപ്പില് ആദ്യം ഞങ്ങൾ തുടങ്ങിയ അവസരം ഇങ്ങനെ ഞങ്ങൾക്ക് വരുമാനം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പൊ സെറ്റ് മുണ്ട് വാങ്ങണതായാലും എല്ലാം എൻ്റെ ചിറ്റയത്. അപ്പോൾ ചിറ്റ തന്നെ എല്ലാ എഫേർട്ട് കിട്ടും. ഇപ്പൊ എന്തെങ്കിലും വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ ചിറ്റ മാത്രം പോവുക, അല്ലെങ്കിൽ ഇപ്പൊ എമൗണ്ടിന്റെ കാര്യത്തിലായാലും ചിറ്റ മാത്രമാണ്. ഞങ്ങൾക്ക് വരുമാനം കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് തുടങ്ങിയത്. ഈ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു രൂപീകരിച്ച് ഇവിടെ വരെ എത്തിക്കാനുള്ള കാരണം ചേച്ചി ഒരാൾ വേണം എല്ലാ കാര്യത്തിനും. നമ്മളെല്ലാത്തിനും ഒരു ഇതിങ്ങനെ ഓടി നടന്നു കഴിഞ്ഞ് വരുമ്പോഴായിരിക്കുള്ളൂ ഈ വക കമന്റുകൾ കാണും. ചേച്ചി റിപ്ലൈ കൊടുക്കോ ഇതിന്? പിന്നെ എന്നോട് പലരും വന്ന് സോറി പറയാറുണ്ട് പിന്നീട്. എന്ന് വെച്ചാല് നമ്മളത്രയും എന്താ റിപ്ലൈ കൊടുക്കുന്നത്? ഇപ്പൊ ഞാൻ പറയട്ടെ, ചേച്ചി മാറി ഇതിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി കൊടുക്കുക? അത് കൊടുക്കാന്ന് വെച്ചാല് എനിക്ക് ആ സമയത്ത് മൂഡ് അനുസരിച്ചിട്ടായിരിക്കും എടുത്തിട്ട് ഗ്രൂപ്പിൽ കിട്ടുകൊടുക്കും എല്ലാവർക്കും വായിക്കാനായിട്ട്. കാരണം ഇവര് കൂടുതൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യില്ല, ഇൻസ്റ്റാഗ്രാമിന്റെ ആൾക്കാരല്ല. ഫേസ്ബുക്കിലാണ് കമന്റ്സ് വരുന്നത്. ഫേസ്ബുക്കിലാണ് കൂടുതലും. അതില് വീരനാട്യം, ആലിംഗലമ്മ വീരനാട്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട്. പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ട്, സിന്ധു മാധവരാജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിലൊക്കെ കൊണ്ടുവന്ന് കോസ്റ്റ്യൂമിന്റെ അടിയിലൊക്കെ അത് കണ്ടാലറിയാം ഫേക്ക് ഐഡിയ ആണ്. കാരണം നമ്മളത് ചെന്ന് നോക്കുമ്പോൾ പ്രൊഫൈലിൽ ലോക്ക് ആയിരിക്കുള്ളൂ, പിന്നെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പം ഉണ്ടാക്കിയ ഒരു ഐഡിയ ആയിരിക്കുള്ളൂ. അങ്ങനെയൊക്കെ കുറേ ശരിക്കും ഞങ്ങൾക്ക് സങ്കടം വന്നൊരു കമന്റ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും മാധവരാജുമാണ് ഈ കുട്ടികളെ നമ്മൾ പ്രോഗ്രാമിന് കൊണ്ടുവന്ന് വെച്ചാൽ അവരെ പേരൻസ് ഒരാളും വന്നു കൊണ്ടുവന്നാക്കാനോ അങ്ങനൊന്നുമില്ല. ഇവരെ ഈ പ്രോഗ്രാമിന് വിട്ടാൽ അവരെ വീട്ടിൽ നിന്ന് ഒരാളും വിളിച്ച് ചോദിക്കൂല എന്താ എത്താത്തതെന്ന്. കാരണം എന്ന് വെച്ചാൽ അത് ഞാനും മാധവരാജും അങ്ങനെയാണ് അവരെ കൊണ്ടുവന്നാക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റ്, ഇപ്പോൾ അടുത്ത ദിവസം വന്ന കമൻറ്റാണ്, കുട്ടികൾ വെച്ച് പൈസ ഉണ്ടാക്കുന്നവർന്ന്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വന്നു വെച്ചാൽ ഞാൻ കുറച്ച് നേരം ഇന്ന് കരഞ്ഞു. അത് കണ്ടിട്ട് എനിക്ക് നല്ല സങ്കടമായി. എന്ന് വെച്ചാൽ ഞങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഈ കുട്ടികളെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടും, അവർക്ക് എന്തെങ്കിലും കിട്ടും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അത്യാവശ്യം ജീവിച്ചു പോകുന്നൊരു ചുറ്റുപാടാണ് എനിക്കും മാധവരാജിനും ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ പാട്ട് പാടുന്നതാണ് ഇഷ്ടം, ഞാൻ ഡാൻസ് ചെയ്യണ ഇഷ്ടമല്ല മാധവരാജിന്. പക്ഷെ എൻ്റെ ഒരു ഇഷ്ടം മാനിച്ചിട്ടാണ് ആള് നമ്മളെ കൂടെ ഈ സപ്പോർട്ട് ചെയ്യാനൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്ന് വെച്ചാൽ എനിക്ക് മോളുണ്ട്, ഒരു മോനുണ്ട്, പക്ഷേ ഇവരെൻ്റെ ആരെന്ന് വെച്ചാൽ ഇവരെൻ്റെ മക്കളാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഇവള് ചേട്ടൻ്റെ മോളാണ്, പക്ഷെ അവരങ്ങനെയല്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ല, എന്നെ അമ്മനെ പോലെ കാണാം, ആ ഒരു രീതിയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഓരോ കമൻറ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല സങ്കടം വരും. ചേച്ചി അതിന് മറുപടി കൊടുത്തോ?
ഞാനല്ല കൊടുത്തത്. ഞാൻ കൊടുക്കണതിന് മുമ്പ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട്. അവർ വന്ന് അതിൻ്റെ ഇടയിൽ കുറേ പേര് വന്നിട്ട് പറയും, ചേച്ചി ഒന്നിനും മറുപടി കൊടുക്കണ്ട, ചേച്ചി അത് മൈൻഡ് ചെയ്യണ്ട. മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ, നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങളില്ലേ, അതിനൊക്കെ ചിന്തിച്ചാൽ മതിയെന്ന്. കാരണം ഞാൻ ഇരുന്ന എല്ലാ കമൻറ്റും വായിക്കും, എല്ലാവരും നോക്കണ ആളാണ്, നോക്കാണ്ടൊന്നും പോകുന്നില്ല. എല്ലാവരുടെ അടുത്ത് നമ്മുടെ വീഡിയോ വന്നാൽ അതിൻ്റെ ഇടയിലുള്ള കമൻറ്റുകൾ എല്ലാവരുടെ അടുത്ത് നോക്കും. എന്താ ഇന്ന് വന്നേക്കണേ എങ്ങനെയാ എന്നുള്ളത് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് കൊണ്ടുപോകുമ്പോൾ അത് ഏത് രീതിയിലേക്കൊക്കെ പോകണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലായിടത്തും നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വരുന്ന കമൻറ്റുകൾ അങ്ങനെയാണ്. അപ്പോൾ മാധവരാജും അത്യാവശ്യം പോസ്റ്റ് ചെയ്യാറുണ്ട് പ്രോഗ്രാമിൻ്റെ, എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യും. അതിൻ്റെ അടിയിൽ വന്നിട്ട് എൻ്റെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളെ ഭാര്യനെ മാത്രമാണോ നിങ്ങൾ എടുക്കണമെന്ന് ചോദിക്കുക. ഒരു വീഡിയോ ഉണ്ടാവുള്ളൂ എൻ്റെ, ആ എടുത്ത് നോക്കണേൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ അടിയിൽ അപ്പോഴും വരുന്ന കമൻറ്റ് ഇങ്ങനെ, നിങ്ങളെ ഭാര്യനെയാണോ നിങ്ങൾ ഇതാക്കി എടുക്കണമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചേച്ചി അതൊന്നും പക്ഷെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ ഇന്റർവ്യൂ എടുക്കാനിരിക്കുന്നു, സംസാരിക്കുന്നു, ഞാൻ ഇൻട്രൊഡക്ഷനിൽ എന്താ പറഞ്ഞത്, എനിക്ക് പേഴ്സണലി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് ഇങ്ങനെ നിങ്ങളുടെ പേജ് ഇങ്ങനെ അയച്ചു തന്നിട്ട് ഇവരെ ഇന്റർവ്യൂവിന് വിളിക്കൂ, ഇവരെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇന്റർവ്യൂസിന് താഴെ കമന്റ്സ് അല്ലെങ്കിൽ അമ്മയെ വിളിക്കൂ, അല്ലെങ്കിൽ അപ്പം ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പേര് നമുക്ക് ചിലപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാവണമെന്നില്ലല്ലോ, റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കൊള്ളാം കാണുന്നു, അങ്ങനെ നോക്കത്തേ ഉള്ളൂ. അപ്പോൾ ആലെങ്കിലമ്മ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതല്ലേ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നേ, അങ്ങനെ ഞാൻ കയറി നോക്കിയപ്പോൾ ഞാൻ കണ്ടതിൽ ഒരു ലൈക്ക് എബോ 80% പോസിറ്റീവ് കമന്റ്സ് തന്നെയാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്തും ഓരോരുത്തർക്ക് സിംഗിൾ ഫാൻസും ഒക്കെ ആയിട്ടാണ്. അപ്പൊ അതാണ് ഞാൻ ചേച്ചിയെ വിളിച്ചത്. അപ്പൊ നമ്മൾ ആ ഒരു സൈഡ് മാത്രം നോക്കിയാൽ മതി, പിന്നെ എല്ലാത്തിലും ഉണ്ടല്ലോ നെഗറ്റീവ്സ്. ഇപ്പൊ ഈ ഇന്റർവ്യൂ ഇറങ്ങുമ്പോൾ തന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് 5 പേർക്കാവാം, ഇല്ലേ എനിക്കാവാം, ഒക്കെ നെഗറ്റീവ് വരാം. അതൊക്കെ അത് നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും. ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു, പിന്നെ ഞാൻ സമയം ഉണ്ടെങ്കിൽ നല്ലോണം കൊടുക്കും മറുപടി. സമയമില്ലെങ്കിൽ അതങ്ങോട്ട് പോട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങോട്ട് വിടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചിലവരെന്ന് വെച്ചാൽ പിന്നെ ചില കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ആക്രമിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആലിംഗലമ്മ ടീം പ്രോഗ്രാം ചെയ്യണ 2.5 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ റെസ്റ്റ് അടക്കം. അത് നമ്മൾ സത്യസന്ധമായിട്ടാണ് പറയുക. 2.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം റെസ്റ്റ് അടക്കുന്നത്. ആ റെസ്റ്റ് എന്ന് വെച്ചാൽ 1 മിനിറ്റാണ്, 2 മിനിറ്റ്. അതിൽ കൂടുതൽ ഞങ്ങൾ അവിടെ ഇരിക്കില്ല, വെള്ളം കുടിക്കും, എഴുന്നേക്കും, വീണ്ടും അത് പോയി. കാരണം ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ക്ഷീണമാവണത്. അപ്പം ഞങ്ങൾ അത് കാരണം കൊണ്ട് പിന്നെന്ന് വെച്ചാൽ ഈ സ്ലോ കളിക്കുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക നമുക്ക്. സ്പീഡായിട്ട് കളിക്കുമ്പോഴൊന്നും അത്ര അറിയില്ല. പിന്നെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഒരു ഈഗോ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതിൽ ആൾ കൂടിയതല്ലാണ്ട് ഒരാളും കുറഞ്ഞു പോയിട്ടില്ല. എന്ന് വെച്ചാൽ 8 പേര് വെച്ച് തുടങ്ങിയ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ 10-23 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമല്ല ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങളെല്ലാ യൂട്യൂബേഴ്സിനോടും ഞങ്ങൾ പറയാറുണ്ട്, ഒരാളെ മാത്രം നോക്കിയെടുക്കരുത്, എല്ലാവരെയും ഫോക്കസ് ചെയ്യണം. ഇപ്പം സന്ദീപേട്ടൻ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ മൊത്തത്തിൽ എല്ലാവരും എടുക്കും. അതായത് ഒരൊറ്റ വീഡിയോ കൂടുതലും. ഇപ്പോൾ കൂടുതലും നമ്മൾക്ക് സിനിമ പാട്ടുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട്. അതിനേലും നമ്മൾക്ക് ഗുണം ചെയ്യുക കൂടുതലും കളിക്കുന്ന പാട്ടുകൾ ഇങ്ങനെ വരുന്നതാണ് കൂടുതലും ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. കാർത്തികയുടെ ഫാൻസ് ഉണ്ട്, എല്ലാവർക്കും നയന മനോഹരിയായത് ആലിംഗലമ്മയിൽ വന്നതിൽ കൂടെയാണ്. ചില നമ്മൾക്ക് ന്യൂ മെമ്പേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിപ്പോൾ ഒരു അല്ലേ 2025 24 ആയിട്ടുള്ളു കയറിയിട്ടെ. പക്ഷെ ടോപ്പറാണ്, ഫോളോവേഴ്സ് ലിസ്റ്റിൽ ടോപ്പർ അവള്. അതുപോലെ തന്നെ ഭയങ്കര ഫാൻസ് ഉള്ള ആളാ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കാണുമ്പോ നമ്മളിങ്ങനെ നോട്ടീസ് ചെയ്യുന്നത് ഒരാളെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ മാത്രം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഞാൻ ഫസ്റ്റ് കയറി വന്നപ്പോൾ പോലും എനിക്ക് ആഴ്ച കയറി വന്നപ്പോൾ എനിക്ക് ആ ലുക്ക് ഓർമ്മ വരുന്നത്. അന്ന് അവിടെ കളിച്ചിട്ട് ഒരു റെസ്റ്റോ ക്ഷീണോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ജിൽ നിൽക്കുന്ന ആളെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത്. നമ്മൾക്ക് വയ്യായികൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയിൽ, എന്നാലും നമ്മളിങ്ങനെ വരും. നമ്മൾക്ക് ഇവര് രണ്ടുപേരും തീരെ സംസാരിക്കുന്നില്ല, നമുക്ക് ഇങ്ങോട്ട് ഇവരോടും കൂടെ സംസാരിക്കണം. ഞങ്ങള് പീക്കിരിന്നാ വിളിക്കുക, കാരണം മിണ്ടൂല. നല്ല പ്രായമുണ്ട്. എത്രയിലാ പഠിക്കണേന്ന്? എത്ര വയസ്സുണ്ട്? ഞാൻ എത്രയിലാ പഠിക്കുന്നതൊക്കെ ചോദിച്ചായിരുന്നു ആദ്യം വന്നപ്പോൾ. അത് നമ്മുടെ കഴിവല്ലേ അല്ലേ, പ്രായം തോന്നിക്കാതിരിക്കുന്നതെന്ന് പറയുന്നത് അതും ഒരു കഴിവാണ്. അങ്ങനത്തെ സ്കിന്നും ഇല്ലെങ്കിൽ അങ്ങനത്തെ ലുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാന്നുള്ളത്. ഇവിടെയൊക്കെ എന്നോട് ഇപ്പോഴേ ചോദിക്കുന്നത് കല്യാണം കഴിഞ്ഞു കുട്ടിയാണോ എന്നൊക്കെയാ. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളോട് രണ്ടുപേരോടും വിശേഷം ചോദിക്കാം. ആദ്യം തൊട്ടേ സപ്പോർട്ടായിരുന്നു വീട്ടിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ? ചേച്ചി പറഞ്ഞു ആദ്യം. അടുത്താണ് ഇവിടെ
കൗണ്ടർ അടിച്ചോണ്ടിരുന്ന ആളാണ് ഈ പറയുന്നത്. ഇവിടെ കുറച്ചുകൂടെ കറണ്ട് പോയിട്ട് ഒരു ബുക്ക് വീശാൻ കൊടുത്തപ്പം കുറെ നാളുകൾക്ക് ശേഷം ഒരു ബുക്കൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. ഒരു വിഷയം കൂടി ഉണ്ട്, ഞങ്ങൾ പിന്നൽ തിരുവാതിര പഠിപ്പിക്കുന്ന ടീച്ചറാ അല്ലേ? അതിന്റെ ആണോ പെട്ടെന്ന് ഇൻട്രോവേർട്ടായ? ഞങ്ങളെ തന്നെയല്ല ഒരുപാട് ടീമുകളെ പഠിപ്പിക്കുന്നത്. കൈശ്വരി ചേച്ചിയുടെ വീട്ടിലൊക്കെ ആദ്യം തൊട്ടേ സപ്പോർട്ടായിരുന്നു ഇങ്ങനെ? ഞാൻ തിരുവാതിരയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ ഡാൻസ് പഠിപ്പിക്കലും അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവരുമായിട്ടൊരു കണക്ഷൻ കുറവെന്ന് പറഞ്ഞാൽ ഇവരുടെ ടീമിലെ കൈകുട്ടികളി വീരനാട്യമൊന്നും ചെയ്യുന്നില്ല. തിരുവാതിര പിന്നൽ തിരുവാതിരയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അധികം ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ബാക്കി ശേഷം പറയാലോ അല്ലേ? നമുക്ക് ഇവരുടെ കാര്യങ്ങൾ പറയാന്ന് വെച്ചാല് പറഞ്ഞില്ലേ, കോർഡിനേഷന്റെ കാര്യം പറഞ്ഞില്ലേ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാനും ടീമുകളൊക്കെ കൊണ്ട് നടന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ അറിയാൻ പറ്റും. അപ്പൊ ഒരു ടീം കൊണ്ടുപോകാനും വിജയിക്കാനും മാത്രമല്ല, അത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ. അത് വൻ വിജയത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ നമ്മളതൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാരാണ്. ഇവരൊരു ഭാഗം തന്നെയാണ്. ഭാഗമായതിൽ സന്തോഷിക്കുന്നു. അതെ. അപ്പൊ അടുത്ത ആളുടെ അടുത്ത് കല്യാണമൊക്കെ കഴിച്ച കുട്ടിയാന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? ഫുൾ സപ്പോർട്ട്? സപ്പോർട്ടാണ്. ഇപ്പൊ എല്ലാ ദിവസവും പ്രോഗ്രാം വന്നതാട്ടാ ആലിംഗലം മേഡം. ആണോ? ഇങ്ങോട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ച അങ്ങനല്ല, ഡെയിലി ഞങ്ങള് പ്രോഗ്രാം കാണാൻ വരും, ഭാര്യയും ഭർത്താവും കൂടെ. വീടിന്റെ അടുത്ത് പരിപാടി ഉണ്ടായിരുന്നു, അങ്ങനെ കാണാൻ പോയി, ഇഷ്ടപ്പെട്ട്. എന്നിട്ട് എങ്ങനെയാ ടീമിൽ മെമ്പർ ആയത്? എങ്ങനെയാ ചില നമുക്ക് കുട്ടികൾ ഇങ്ങനെ 10th ഒക്കെ ആവുമ്പോ മാറി നിൽക്കുമ്പോൾ ആ സമയത്തൊക്കെ ആള് കുറവാ. അപ്പൊ കൂടുതൽ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കൊല്ലം ട്രിവാൻഡ്രൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രോഗ്രാമിന് പോകുമ്പോൾ ഇതിന്റെ ഭംഗി എന്ന് വെച്ചാൽ ഒരു മിനിമം 16 പേരാ. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് ആള് വേണമെങ്കിൽ കുട്ടികൾ വേണം. അപ്പൊ ഇതിനോട് താല്പര്യമായിട്ട് നിൽക്കുമ്പോന്ന് വെച്ചാല് അങ്ങനെ ഒരാളെ കിട്ടണതല്ലേ നല്ലത്. ഇന്നും അന്ന് തുടങ്ങി ഇന്ന് വരെയും ഒരേപോലെ നിൽക്കുന്ന ഒരു മെമ്പർ അല്ലെങ്കിൽ അമ്മക്ക് വേണ്ടിട്ട് കാർത്തിക. അത് ഇവിടെ ഒരാളും കൂടെ ഉണ്ട്, നമുക്ക് ആളോടും കൂടെ സംസാരിക്കണം. കുറച്ച് നമ്മൾ ആളെയും കൂടെ ഇങ്ങോട്ട് വിളിക്കും, നമ്മൾ ഒരാളോടും കൂടെ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്റെ വാലെന്നൊക്കെ പറഞ്ഞ എല്ലാരും കളിയാക്കും. എല്ലാ കാര്യങ്ങൾക്കും ഓടുമ്പോ നമ്മളൊപ്പം എന്ത് കാര്യത്തിനുണ്ടാവണ ഒരാളാണ്. നിങ്ങൾ എങ്ങനെയാ പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നത്? ഭയങ്കര രസമാണ്. ഞങ്ങൾക്ക് ഒരു കൊറിയോഗ്രാഫർ ഉണ്ട്, നയന കണ്ണൻ. അവള് ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യണത്. അവള് ആണ് പാട്ട് സെലക്ട് ചെയ്യുന്നത്. അവളും പിന്നെ ഹെൽപ്പറാണ് ട്ടോ. എല്ലാ പാട്ടും നിങ്ങൾ രണ്ടാളും കൂടെ നിന്നിട്ടാണ് നമ്മൾക്ക് നല്ല രീതിയിൽ. നിങ്ങൾ എങ്ങനെയാ പാട്ട് ചൂസ് ചെയ്യുന്നത്? ഒക്കെ നോക്കുമ്പോ ഇപ്പൊ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ട് ഗ്രൂപ്പിലായിരിക്കും, നമുക്ക് ഈ പാട്ട് കളിക്കാം അങ്ങനെ പറയും. അങ്ങനെ ഓരോ സജഷൻസ് വരുമ്പോ അങ്ങനെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന പാട്ടുകൾ അങ്ങനെ സെലക്ട് ചെയ്യുന്നതാണോ? അതെ, ഞങ്ങള് റീല് കാണുമ്പോ ഇൻസ്റ്റഗ്രാമില് റീൽ കാണുമ്പോ ഇങ്ങനെ പാട്ടുകൾ കൂടുതൽ നമ്മൾ കാണുന്ന പാട്ട് എന്ന് പറയും, നമുക്ക് ഇതെടുക്കാം. അങ്ങനെ വളയിലിക്കണ പാട്ട്, പിന്നെ കറുത്ത കോഴിയിലെ പാട്ടുകളൊക്കെ അങ്ങനെ എടുത്തേ ട്രെൻഡിങ്. ആ പാട്ടുകൾ വരുമ്പം ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് ഭയങ്കര ഒരു സപ്പോർട്ട് ആയിരിക്കും അല്ലേ? അടിച്ചുപൊളി പാട്ടിനാണ് കൂടുതലും. നമ്മള് കൂടുതലും ഭക്തിഗാനങ്ങൾ, സിനിമാ പാട്ടുകൾ അങ്ങനെ എല്ലാം എടുക്കലും. ഇപ്പൊ കലാഭവമണി തന്നെ അമ്പലപ്പുഴ കടവിൽ വെച്ചു, അത് ഞങ്ങളുടെ കൊറിയോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കുഴിപ്പോയാലൊന്നും മൈൻഡ് ചെയ്യരുതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മള്. അതായത് നമ്മൾ പറയാം മാന്യമായിട്ടുള്ള വസ്ത്രധാരണ ആയിരിക്കണം. അതായത് ഒരു ശരീരഭാഗങ്ങളൊന്നും നമ്മളെ കാണാൻ പാടില്ല. ആ ഒരു സംഭവം കാണാൻ പാടില്ല. എന്ന് വെച്ചാല് ശരീരത്തിൽ ഒരു 10-25 പിന്നുണ്ടാവും നമ്മുടെ ശരീരത്തിൽ. അപ്പൊ അത് ആ ഒരു രീതിയിൽ തന്നെ വേണം. അപ്പൊ ആ കുട്ടി പുതിയ ന്യൂ മെമ്പറാണ് അവള്. അപ്പൊ അത് കാരണോണ്ട് അവൾക്ക് അത് ശ്രദ്ധിക്കാൻ അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അത് നോക്കരുത് എന്നുള്ളത്. എന്ന് വെച്ചാൽ ചിലപ്പോ അത് ശ്രദ്ധിക്കുന്നതിന്റെ ഇടയിൽ സ്പീഡിന് വരണതൊക്കെ ആയിരിക്കുള്ളൂ. ഒരു സ്പീഡ് മാറിപ്പോയ എല്ലാവരുടെയും കോർഡിനേഷൻ വീണ സംഭവം ഉണ്ട് കേട്ടോ. അതായത് നമ്മൾക്ക് ചില സ്ഥലങ്ങൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര എന്ന് വെച്ചാൽ കമ്മിറ്റിക്കാർ ഭയങ്കരമായിട്ട് നമ്മളെ ഇഷ്ടം കൊണ്ടാണ് അവർ വിളിക്കണത്. ഇതിൽ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അവര് ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനൊക്കെ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാലും നമ്മൾക്ക് കൂടുതലും ഈ വെയിലത്ത് വന്നപ്പോൾ വെയിൽ ഇങ്ങനെ കളിച്ചു വന്നുകൊണ്ടിരിക്കല്ലേ, പെട്ടെന്ന് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ അടിച്ചപ്പോൾ പെട്ടെന്ന് ഒന്ന് മാറിയപ്പോ ഒരാൾ വീണപ്പോ അതിന്റെ മുകളിൽ വേറൊരാള് അങ്ങനെ 3 വൈറലായി. നമ്മളാ ട്രോളിയിട്ടുണ്ടായിരുന്നു, മറ്റേ ഗ്രീഷ്മ ബോസ് ട്രോളിയിട്ടുണ്ടായിരുന്നു. പഴം വീണിട്ട് മുത്തു പൊന്നോല പാട്ടുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടില്ല. മുത്തു പൊന്നോല എന്ന് പറഞ്ഞിട്ട് ട്രോളിയിട്ടുണ്ടായിരുന്നു. അതായത് പഴത്തൊലി അവർ കഴിച്ചിടുന്ന ഞങ്ങൾ അത് വഴുതി വീഴുന്ന അങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ എന്നിട്ട് സ്റ്റോറി കേട്ടപ്പോ ആള് തിരിച്ചെറിയ മനുഷ്യനടിച്ചു വീണു. കാർത്തികൊക്കെയാണ് വീണത്. നമുക്ക് കാർത്തിക ഒന്ന് കൊണ്ടുവന്നാലോ? കാർത്തിക കൊണ്ടുവരാൻ ആരാണ് കാർത്തികയ്ക്ക് വേണ്ടി തന്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്?
ഉമ്മ ചേച്ചി പോ. ഉമ്മ ചേച്ചി ഒഴിഞ്ഞു കൊടുത്തിട്ട് പകരം നമുക്ക് കാർത്തികയെ നമ്മൾ ഈ വേദിയിലേക്ക് കൈയടിക്ക്. അപ്പൊ കാർത്തിക പറയൂ, കാർത്തിക എന്താ ചെയ്യുന്നേ? ചേർന്നിട്ട് എന്തായി? ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇതുവരെ നീണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് മനസ്സിലായി. എനിക്കിപ്പോ ഒരു വൈബ് എനിക്ക് ഇവിടെ കിട്ടിയ ആളുടെ ഒന്ന് ഇരുന്നപ്പോ തന്നെ എനിക്ക് ആ ഒരു സാധനം കിട്ടി. ഓക്കെ, എങ്ങനെയാണ് കാർത്തിക് ഇതിലേക്ക് ജോയിൻ ചെയ്തേ? എന്റെ ചേച്ചിയാണ് ജിൻസി. അങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു നേരത്തെ? പിന്നല്ലാതെ അല്ലേ? നെസ്ലിന്റെ ഒക്കെ ഒരു ടോൺ പോലെ ഉണ്ടല്ലോ, പിന്നെ കളിക്കാതെ എന്നൊക്കെ ഉള്ള രീതിയിൽ. ഈ കൂട്ടത്തിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ആളാ? ആണ്. നമുക്ക് എന്തായാലും ആ ഒരു വീണ കഥയൊന്ന് കേൾക്കാം. എന്താ സംഭവിച്ചേ? കാർത്തികയ്ക്ക് കുറെ കഥകൾ പറയാനുണ്ട്. കാർത്തിക തേങ്ങ വീണ് റെസ്റ്റിലായിരുന്നു. തലയിൽ തേങ്ങയൊക്കെ വീണ് വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നതിന്റെ ഇടയിലാണ് നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തിയെ. പറയൂ, ഈ പഴുത്തില്ല ആ വീണ ആ പറഞ്ഞ റീലിന്റെ ഒരു സംഭവം എന്താ? അത് ഒരു ചേച്ചി വീണ്, മോളി ഞാൻ വീണു. കണ്ടില്ലേ? വീണത് കണ്ടില്ലായിരുന്നു? ബാക്കോട്ട് നോക്കില്ല, ബാക്കിൽ വീണത് കണ്ടില്ല. അവിടെ വന്ന് നിന്നു, ആ 3 നിന്നു. അടുത്താളെ പിടിച്ചു. ഓ കൊള്ളാം, അടിപൊളി. ഞാൻ അന്ന് പ്രോഗ്രാം കാണാൻ വന്നപ്പോ വെറുതെ ഉണ്ടായിരുന്ന? അല്ല, കാർത്തിക റെസ്റ്റില്ല. അന്ന് റെസ്റ്റില്ല. തേങ്ങ വീണ എന്താ സംഭവം? ഇപ്പൊ 3 കൊല്ലത്തിന് മുന്നേ തേങ്ങ വീണ കാര്യമാണോ പറഞ്ഞേ? അതെങ്ങനെയാ വീണേ? പ്രാക്ടീസിന്റെ വീണതാ. മേളിന്ന് തെങ്ങിന് താഴെ നിക്കുവായിരുന്നോ? തേങ്ങ പിന്നെ തെങ്ങുമ്പോ ഈ പ്രാക്ടീസ് തെങ്ങും ചൂട്ടിലാന്ന് എനിക്കറിയത്തില്ലല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ, അതാ ഞാൻ ചോദിച്ചേ. അത് ഇച്ചിരി വിശദീകരിച്ച് ഇതന്നെ ഒരു മാർക്ക് വെറുതെ അല്ല. ഒരു കൊല്ലമായിട്ട് ഈ കോഴ്സിൽ ഇങ്ങനത്തെ ഇങ്ങനെയായിരിക്കും ഉത്തരം എഴുതുന്നത്. ഒറ്റ വാക്കിൽ എഴുതിയിട്ട് തിയറിയൊക്കെ തീർത്തിട്ട് എണീറ്റ് വരും. ഒരു ഇച്ചിരി വലിച്ചു നീട്ടി പറയൂ, എന്തായാലും ഉത്തരമായിട്ട് പറയൂ, നല്ല മനസ്സിലാവൂ. തേങ്ങ വീണു, ഒച്ച കേട്ടപ്പോ ഇവരൊക്കെ എണീറ്റോടി, ഞാൻ ഓടി. പക്ഷെ എന്റെ തല വീണു. സ്റ്റിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ തന്നെ പറഞ്ഞ നട്ടിലിന്റെ പകലിൽ അവിടെ കുറച്ച് വളവ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാം അല്ലേ, നീർക്കെട്ടായിട്ട് ഇപ്പൊ കുത്തി എടുക്കാണ്. നീർക്കെട്ട് അയ്യോ ശരീരത്തിൽ കയറിയിട്ട് വയ്യ. ശരിക്കും പറഞ്ഞാൽ സങ്കടമാണ് അതൊക്കെ. നമ്മൾക്ക് അവർക്കൊരു വരുമാനമുള്ള ഒരു സമയമാണിത്. അവൾക്ക് കിട്ടുന്നത് കൊണ്ടാണ് അവള് ഹോസ്പിറ്റലിലാണ് ഇപ്പൊ കൊടുക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഇത് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു വീരനാട്യം തുടങ്ങിയതിന് ശേഷം ഫിനാൻഷ്യലി എല്ലാവർക്കും നല്ലൊരു ഗ്രോത്ത് വരുന്നുണ്ടോ? എല്ലാവർക്കും നമുക്കൊരു ഒരു പ്രോഗ്രാമിന് പോകാൻ നിങ്ങൾ ഇത്ര എഫേർട്ട് ഇടണം, ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇത്രയും കണ്ടിന്യൂസ്ലി നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പം ആ ഒരു പ്രയോജനം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ചില സെറ്റും കൊണ്ടൊക്കെ നമുക്ക് സ്പോൺസർ ആയിട്ട് കിട്ടും, സ്പോൺസർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ പൈസ അങ്ങനെ നോട്ടുമാല ഇടുന്ന അല്ലാതെ വേറെ എന്തൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്ന കുറെ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. വാച്ച്, മൂക്കുത്തി, ഗോൾഡ് മോതിരം, ഇതൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ആരെ ഫാൻസ് കമ്മിറ്റിക്ക് അങ്ങനെ അമ്പലത്തിൽ നിന്നാണോ വരുന്നത്? എന്താ കിട്ടിയേ? ഇവളുടെ വീട്ടിലെ സ്ഥലമില്ല ഇനി ഫോട്ടോ വെക്കാൻ. ഫ്രെയിം കിട്ടുമോ? അത്ര മിക്കവാറും ഇതെങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോ അവര് കൊണ്ടുതരണോ, അയച്ചു തരുമോ? കൊറിയറിൽ വരും. അവരുടെ കൂടെ ചേച്ചി ഏറ്റവും കൂടുതൽ ഈ ഒരു ഇതിന് ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടായ വിഷമിക്കേണ്ടി വന്നൊരു കാര്യം എന്താ? വിഷമിക്കേണ്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചില സ്ഥലങ്ങളിൽ നമ്മൾ പിള്ളേര് വീഴുമ്പോ നമുക്ക് വിഷമം വരും. അത് ഭയങ്കര സങ്കടം. വെച്ചാൽ വേറെ ഒന്നും ഉണ്ടല്ല, അവർക്കും സാധാരണ ഇതിലൊരാളില്ല കേട്ടോ. വലിയ വീടുകളിൽ ഒരു കുട്ടികളും ഇല്ല, എല്ലാവരും സാധാരണ വീട്ടിൽ നിന്ന് വന്ന പിള്ളേരാണ്. അപ്പോൾ അവർക്ക് അതൊരു വരുമാനം കൂടിയിട്ടാണ്. അപ്പം നമുക്ക് വേണ്ടി 100% പണി ചെയ്യണ ഒരു സംഭവമല്ലേ അവർ ചെയ്യണം. അപ്പോൾ ആ നേരത്ത് അവർ വീണിട്ട് ഒക്കെ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള കുറേ അവർക്ക് പിന്നെ അടുത്ത ദിവസം പിന്നെയും വരാനൊന്നും പറ്റാതെ വരുമ്പോൾ വീട്ടിലിരിക്കുന്ന കാണുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഓരോരുത്തർക്കും ഓരോ വീടുകളിലെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അവർ വരാതിരിക്കുമ്പോൾ എന്തോ ഇല്ലാത്ത പോലെയാണ് നമുക്ക് കൂടെ. പിറ്റേ ദിവസം നമ്മളെ കൂടെ എന്തോ ഒരു വലിയ ഒരു സംഭവം. അതാണ് ഇവർക്ക് ലീവ് കൊടുക്കൂല എന്ന് പറയണ മെയിൻ കാരണം. ചേച്ചിക്ക് കാണാതിരിക്കാൻ പറ്റൂല, അവരെ തീരെ പറ്റൂല. എന്ന് വെച്ചാൽ എൻ്റെ മക്കൾ തന്നെ ചോദിക്കും, അമ്മക്ക് ആലിങ്ങൽ അമ്മയിലെ പിള്ളേരല്ലേ വലുതെന്ന്. അവളെപ്പോഴും തല്ലാണ്. അതാണ് ചേച്ചിയുടെ മോള്. ഇവിടെ ഇരിപ്പുണ്ട് ഒരു കുറുമ്പി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന എനിക്ക് ഇവിടെ കേൾക്കാം. തന്നെയാ കൃഷ്ണൻ ദേവിയൊക്കെ ആയിട്ട് വരുന്ന ആളാണല്ലേ. അപ്പൊ അങ്ങനെ ഒക്കെ നമ്മളോട് ചോദിക്കും. ചിലര് നമ്മളോട് വന്നിട്ട് പാര വെക്കൂട്ടാ. ചേച്ചി വിചാരിക്കണ പോലെയല്ല ഇവർ
ഇതിലൊന്നും ചേച്ചിനോടൊന്നൊക്കെ. പക്ഷെ നമ്മളോടത്ത് ഇപ്പം നമ്മൾ വഴക്ക് പറയുമ്പോൾ നമ്മളോട് ആ സമയത്ത് അവർക്ക് ചിലപ്പോൾ പിള്ളേരല്ല അവർ പ്രായതല്ലേ, ചില സമയത്ത് അവർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നുണ്ടാവും. പക്ഷെ അത് നമ്മളോട് മിണ്ടാത്തത് എന്തുകൊണ്ടാ? നമ്മളോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാ, ഒന്നും പറയില്ല. നമ്മൾ വിഷമിച്ചാൽ അവരും ഒപ്പം വിഷമിക്കും. എനിക്ക് പ്രാങ്കൊക്കെ തന്നിട്ടുണ്ട് ഒരു ബർത്ത്ഡേക്ക് നല്ല രീതിയിൽ. ഇവര് തമ്മിൽ തല്ലി പിടിക്കണൊക്കെ പോലെ കാണിച്ചിട്ടേ. ജനുവരി 1 എൻ്റെ ബർത്ത്ഡേ, ന്യൂ ഇയർ കിട്ടിയാണല്ലേ. അപ്പൊ ആ സമയത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇവര് തമ്മിൽ ഒരു പ്രശ്നം. പ്രോഗ്രാം സ്ഥലത്ത് ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലും ഞാനത് അവിടെ തീർത്തിട്ട് അവിടെ നിന്ന് പോവും, പിള്ളേരെ വിടുള്ളൂ. ആ സമയത്ത് സംസാരിക്കും, അവിടെ പോയി ചിലപ്പോൾ നമ്മൾ വിളിക്കേണ്ടി വരും കേട്ടോ, അടി എന്തിനാണ്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറിയേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവര് എന്ത് ചെയ്തു എന്നറിയാം, രണ്ടാളും വഴക്കിടണ പോലെ അമൃതയും നയനയും കൂടെ ഒപ്പിച്ചപ്പോൾ ഞങ്ങള് പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബർത്ത്ഡേ ആവുമ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഞാനും നയനയും ഇങ്ങനെ പ്ലാൻ ചെയ്തു, കൊറിയോഗ്രാഫർ പ്ലാൻ ചെയ്ത് നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഫ്ലവർ വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് കൊടുക്കണതിന് മുന്നേ എന്തെങ്കിലും ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് തല്ലുപിടിക്കാം, ഞാനും കൊറിയോഗ്രാഫറും തല്ലുപിടിക്കാന്ന് വെച്ചു. അപ്പൊ അതെന്തായാലും വിശ്വസിക്കൂല, കാരണം ഞങ്ങൾ അങ്ങനെ വഴക്കാവാറില്ല. അപ്പോ ഇങ്ങനെ വെച്ചാൽ ഇതില് വൈറലായിട്ട് നിൽക്കണ അമൃതയാണ്. ഈ വളകിലിക്കണ പാട്ടുണ്ടല്ലോ, അത് വൈറലാക്കിയത് അമൃതയാണ്. അപ്പൊ പെട്ടെന്ന് ദേഷ്യം പറഞ്ഞ ഒരാളും കൂടിയിട്ടാണ് അമൃത. അപ്പൊ ഈ കൊറിയോഗ്രാഫറും കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. സ്റ്റെപ്പ് തെറ്റിക്കുമ്പോ അപ്പൊ പറയും അങ്ങനെ കളിക്കാൻ പാടില്ല. അമൃത അവളുടെ സ്റ്റൈലിലാണ് ചില സ്റ്റെപ്പുകൾ കളിക്കാൻ. അതൊരു പ്രത്യേകത. തലയാട്ടി ബൊമ്മ എന്നൊക്കെയാണ് ആൾക്കാർ വിളിക്കുന്നതിനാ. തലയാട്ടി പാടി കളിക്കുള്ളൂ, പൊട്ട തെറ്റാണ് പാടാ. അതെ, ഇത് ശരിക്കും ഉണ്ടല്ലോ ചേച്ചി സംസാരിക്കുമ്പോ ഈ അമ്മമാര് പിള്ളേരെ പറ്റി ഇരുന്ന് പറയത്തില്ലേ, ഇത് രാവിലെ ആണെങ്കിൽ 12 മണിക്കാ, ആ രീതിയിലാണ് ചേച്ചി സംസാരിക്കുന്നത്. പാട്ട് പാടിയേ കളിക്കുള്ളൂ, പക്ഷെ പൊട്ട തെറ്റാ. ഓക്കെ, അവര് വഴക്കുണ്ടാക്കി, അത് ചേച്ചി വിശ്വസിച്ചു. ഞാൻ കരഞ്ഞു. എന്ന് വെച്ചാല് അത്രയും ആൾക്കാര് നമ്മുടെ ചുറ്റും പരിപാടി കാണാൻ വന്നിരുന്ന് നമ്മളെ തന്നെയല്ലേ നോക്കിയിരിക്കണത്. ആ സമയത്ത് ഇവരോട് നിർത്തടി കൊണ്ട് നിർത്തണ്ടേ, നിങ്ങൾ പിന്നെ സംസാരിക്കാം എന്നിട്ടില്ല നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം. എന്ന് വെച്ചാല് ആദ്യമായിട്ടുണ്ടായ സംഭവം. വഴക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ലാസ്റ്റ് പൂ കിട്ടിയപ്പോഴാണ് കഴിഞ്ഞത്. അപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ഇവിടെ നടന്നത്. നിങ്ങൾ വഴക്കുണ്ടായിക്കോ, എനിക്കെന്തിനാ പൂ. അങ്ങനെയൊക്കെ ഉള്ളൊരു സർപ്രൈസ് ഒക്കെ തരുന്നുണ്ട് ഇടക്കിടക്ക്.